നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കാം. ദ ആർട്ട് ഓഫ് തിങ്കിങ് ക്ലിയർലി. നമസ്കാരം. നിങ്ങളുടെ കൈവശം നിധി നിറഞ്ഞ ഒരു രഹസ്യ അറയുടെ താക്കോൽ ലഭിച്ചെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ ആകാംക്ഷയോടെ ആ വാതിൽ തുറക്കുന്നു. എന്നാൽ അകത്ത് നിറയെ മാലിന്യങ്ങളും ചവറുകളുമാണ്. ആ ചവറുകൾക്കിടയിൽ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ നിധി കണ്ടെത്തേണ്ടത്. ഈ സന്ദർഭം നമുക്ക് എത്രമാത്രം ദേഷ്യമുണ്ടാക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. സത്യം പറഞ്ഞാൽ നമ്മുടെ തലച്ചോറും ഇതുപോലെ കുപ്പ നിറഞ്ഞു കിടക്കുകയാണ്. വ്യക്തമായി ചിന്തിക്കാൻ കഴിയാത്ത വിധം തെറ്റായ വിശ്വാസങ്ങൾ, ഊഹങ്ങൾ, വിവരങ്ങൾ എന്നിങ്ങനെയുള്ള മാലിന്യങ്ങൾ നമ്മുടെ മനസ്സിൽ അനാവശ്യം അടിഞ്ഞുകൂടിയിരിക്കുന്നു. ഈ മാലിന്യം എങ്ങനെ നീക്കം ചെയ്യാം? മനസ്സിനെ ശുദ്ധീകരിച്ച് നല്ല ജീവിതമെന്ന നിധി എങ്ങനെ കണ്ടെത്താം? അതിനുള്ള വഴി പറഞ്ഞു തരുന്ന പുസ്തകമാണ് റോൾഫ് ഡോബെല്ലി എഴുതിയ ദ ആർട്ട് ഓഫ് തിങ്കിങ് ക്ലിയർലി. ഈ പുസ്തകത്തിലെ 99 ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 7 ആശയങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ആശയം 1: അതിജീതന പക്ഷപാതം. നമ്മളൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ വിജയിച്ചവരെ മാത്രമേ നമ്മുടെ കൺമുന്നിൽ കാണൂ. ഒരു പ്രത്യേക ബിസിനസ് ചെയ്ത് 4 പേർ കോടീശ്വരന്മാരായിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ എല്ലാവരും വിജയിക്കുമെന്ന് നമ്മൾ പെട്ടെന്ന് തീരുമാനിക്കും. ഇതൊരു നല്ല പ്രചോദനമല്ലേ എന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഇതാണ് അതിജീവന പക്ഷപാതം. ഏതു മേഖലയിലും വിജയിച്ചവരൊരു വശത്തുണ്ടെങ്കിൽ അതിൽ ശ്രമിച്ചു പരാജയപ്പെട്ടവർ മറുവശത്തുണ്ടാകും. വിജയകരമായ കാര്യങ്ങൾ ചെയ്യാൻ വിജയികൾ പറഞ്ഞുതരും. എന്നാൽ പരാജയപ്പെടാതിരിക്കാൻ എന്തെല്ലാം ഒഴിവാക്കണമെന്ന് പറഞ്ഞു തരുന്നത് പരാജയപ്പെട്ടവരാണ്. ഒരു സംരംഭത്തിന്റെ യഥാർത്ഥ വിജയശതമാനം അറിയണമെങ്കിൽ വിജയിച്ചവരുടെ എണ്ണത്തിനൊപ്പം പരാജയപ്പെട്ടവരുടെ എണ്ണവും നമ്മൾ കണക്കിലെടുക്കണം. ഉദാഹരണത്തിന്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഒറ്റ രാത്രി കൊണ്ട് പണക്കാരായ ചിലരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ പണവും അതിൽ നിക്ഷേപിക്കാൻ ആലോചിക്കും. എന്നാൽ ഇതേ മാർക്കറ്റിൽ എല്ലാം നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആളുകളെ നമ്മൾ കാണാൻ ശ്രമിക്കാറില്ല. അതിനാൽ വ്യക്തമായി ചിന്തിക്കാൻ വിജയം മാത്രം കാണാതെ പരാജയപ്പെട്ടവരുടെ കഥകളും അവരുടെ തീരുമാനങ്ങളും പഠിക്കുക. അപ്പോൾ മാത്രമേ മനസ്സ് സന്തുലിതമാവുകയും ശരിയായ വഴി തുറക്കുകയും ചെയ്യൂ. ആശയം 2: സാമൂഹിക തെളിവ്. സമൂഹം ചില കാര്യങ്ങൾ ഇതാണ് ശരി, ഇതാണ് ഉചിതമെന്ന് നമ്മുടെ മനസ്സിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. മിക്കപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഇത്രയും പേരിത് ശരിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് ശരിയായിരിക്കും എന്നാണ്. സാമൂഹിക തെളിവ് എന്ന ഈ ആശയം നമ്മളെ തെറ്റായ തിരഞ്ഞെടുപ്പിലേക്ക് നയിച്ചേക്കാം. ഉദാഹരണത്തിന്, ഒരു ടൈലറിംഗ് ജോലിക്ക് പരമാവധി 20,000 രൂപയെ വരുമാനം ലഭിക്കൂ എന്ന് സമൂഹത്തിലൊരു പൊതുധാരണയുണ്ടെന്ന് കരുതുക. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഡിസൈനർ വസ്ത്രങ്ങൾ തുന്നുന്ന ഒരു സ്പെഷ്യാലിറ്റി ബൊട്ടീക്ക് തുടങ്ങാനാണ്. അവിടെ ലക്ഷങ്ങൾ വരുമാനം നേടാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. എങ്കിലും സമൂഹത്തിന്റെ ഈ പൊതുധാരണ നിങ്ങളുടെ കഴിവിനെ ഒരു തിരഞ്ഞെടുപ്പായി പോലും എടുക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയും. ഒരു മുയലിനെ നോക്കി 1000 പേരത് പൂച്ചയാണെന്ന് പറഞ്ഞാലും ആ മുയൽ പൂച്ചയാറില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാറ്റി നിർത്തുക. നിങ്ങളുടെ സ്വന്തം വിശകലനം എന്താണ് പറയുന്നത്? നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്ത് സൂചനയാണ് നൽകുന്നത്? നിങ്ങളുടെ വ്യക്തിപരമായ തീരുമാനങ്ങളിൽ സമൂഹത്തിന്റെ പൊതുധാരണയ്ക്ക് അമിതമായ പ്രാധാന്യം നൽകാതിരിക്കുക. ആശയം 3: മുങ്ങിയ ചെലവ് അബദ്ധം. ഇതിനെ ലളിതമായി പറഞ്ഞാൽ നഷ്ടപ്പെട്ടതിനെ ഓർത്തുള്ള ഭയം എന്നാണ്. ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യാപാരിയുടെ കഥ ഓർക്കുക. കപ്പൽ മുങ്ങാൻ തുടങ്ങുമ്പോൾ അയാൾ സുരക്ഷിതമായ ബോട്ടിലേക്ക് മാറാൻ വിസമ്മതിക്കുന്നു. കാരണം അയാൾ പെട്ടിക്കണക്കിന് സ്വർണ്ണാഭരണങ്ങൾ കപ്പലിന്റെ അടിത്തട്ടിൽ ഒളിപ്പിച്ചു വച്ചിരുന്നു. ആ നിധികൾ കപ്പലിനൊപ്പം മുങ്ങിപ്പോയി. വ്യാപാരി നിധി നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കുന്നു. നഷ്ടപ്പെട്ട ആ സ്വർണത്തെക്കുറിച്ചുള്ള ദുഃഖത്തിൽ അയാൾക്ക് തന്റെ ജീവൻ രക്ഷിക്കാൻ പോലും കഴിയുന്നില്ല. ഇതാണ് മുങ്ങിയ ചെലവബദ്ധം. അതായത് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ആലോചിച്ച് കയ്യിലുള്ളതും കളഞ്ഞുകുളിക്കുന്ന അവസ്ഥ. നിങ്ങളൊരു തെറ്റായ ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലായാൽ എത്രയും പെട്ടെന്ന് ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങുക. അല്ലാതെ ഇത്രയും ദൂരം യാത്ര ചെയ്തല്ലോ എന്ന് ആലോചിച്ച് യാത്ര തുടരരുത്. ഉദാഹരണത്തിന്, നിങ്ങളൊരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു. സിനിമ തുടങ്ങി 15 മിനിറ്റിനുള്ളിൽ അത് മോശമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ടിക്കറ്റിന് പണം കൊടുത്തല്ലോ എന്ന് കരുതി ആ സിനിമ മുഴുവൻ ഇരുന്ന് കാണുന്നത് മുങ്ങിയ ചെലവബദ്ധമാണ്. നിങ്ങൾ ആ സിനിമ കണ്ടാലും ഇല്ലെങ്കിലും ടിക്കറ്റിന്റെ പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളുടെ സമയമാണിപ്പോൾ പ്രധാനപ്പെട്ടത്. നഷ്ടപ്പെട്ടതിനെ മറന്ന് ബാക്കിയുള്ളവയെ രക്ഷിക്കുക. ആശയം 4: വൈരുദ്ധ്യപ്രഭാവം അഥവാ കോൺട്രാസ്റ്റ് ഇഫക്റ്റ്. ഒരു വസ്തു മറ്റൊന്നിനേക്കാൾ അല്പം മെച്ചമാണ് എന്ന കാരണത്താൽ അതുതന്നെയാണ് ഏറ്റവും മെച്ചമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന രീതിയാണിത്. സാരി വിൽക്കുന്ന കടയിലെ സെയിൽസ്മാന്റെ തന്ത്രം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സാരിയുടെ യഥാർത്ഥ വില 1000 രൂപയാണെങ്കിൽ ഒരാൾ 1800 രൂപ എന്ന് പറയും. എന്നാൽ മറ്റൊരാൾ 1200 രൂപ എന്ന് പറയുമ്പോൾ കസ്റ്റമർക്ക് 600 രൂപ ലാഭം കിട്ടിയതായി തോന്നും. ഉടനെ തന്നെ 1200 രൂപയ്ക്ക് സാരി വാങ്ങും. 1800നേക്കാൾ 1200 കുറവാണെങ്കിലും 1000 രൂപയുടെ സാരിക്ക് 1200 രൂപ കൊടുക്കുന്നത് ലാഭമല്ല. എന്നാൽ മോശമായൊരു താരതമ്യ വസ്തുവിനെ മുന്നിൽ വെച്ചപ്പോൾ 1200 രൂപ കുറഞ്ഞ വിലയായി തോന്നി.
ഒരു ഓപ്ഷൻ മികച്ചതാണെന്ന് തോന്നാൻ അത് യഥാർത്ഥത്തിൽ മികച്ചതാകണമെന്നില്ല. അതിന്റെ അടുത്ത് വളരെ മോശമായ ഒന്ന് വെച്ചാൽ മതി. ഏതൊരു വസ്തുവോ തീരുമാനമോ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് നമ്മൾ എന്തിനെ അപേക്ഷിച്ച് അതിനെ തിരഞ്ഞെടുക്കുന്നു എന്ന് ചിന്തിക്കുക. നമ്മൾ താരതമ്യം ചെയ്യുന്ന അളവുകോൽ ശരിയാണോ എന്ന് ചിന്തിക്കുക. ഉദാഹരണത്തിന്, ഒരു പഴയ കാർ 2 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നതിന് മുൻപ് 3 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ ശ്രമിക്കുന്നത് വിഷമപ്രഭാവം സൃഷ്ടിക്കും. നിങ്ങളുടെ താരതമ്യം എല്ലായ്പ്പോഴും ഒരു സ്റ്റാൻഡേർഡ് അളവുകോലുമായിട്ടായിരിക്കണം. ആശയം 5. ഉപരിപ്ലവമായ അറിവ്. ഒരു വിഷയത്തെക്കുറിച്ച് വ്യക്തമായി അറിയാതെ കുറച്ചറിവ് വെച്ച് മറ്റുള്ളവരുടെ മുന്നിൽ സീനുണ്ടാക്കാൻ സംസാരിക്കുന്ന രീതിയാണിത്. മുൻപിത് TV ഷോകളിലും അക്കാഡമിക് വേദികളിലുമായിരുന്നു. ഇന്നിത് കൂടുതലും കാണുന്നത് സോഷ്യൽ മീഡിയയിലാണ്. ആകർഷകമായി സംസാരിക്കുന്ന ഒരാൾ ഒരു വിവരം പങ്കുവച്ചാൽ നമ്മളത് കേൾക്കാൻ തയ്യാറാകും. അവർക്ക് മതിയായ വൈദഗ്ധ്യമുണ്ടോ, വിഷയത്തെക്കുറിച്ച് മുൻപരിചയമുണ്ടോ, അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാമോ എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. ഈ ഉപരിപ്ലവമായ വിവരങ്ങളെല്ലാം തലച്ചോറിൽ സംഭരിക്കുന്നത് വളരെ അപകടകരമാണ്. ഇതാണ് ഉപരിപ്ലവമായ അറിവ് കാരണമുണ്ടാകുന്ന ആശയക്കുഴപ്പം. നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ വിവരത്തിന്റെയും ഉറവിടം എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് ആദ്യം പരിശോധിക്കുക. അതിനുശേഷം മാത്രം ആ വിവരത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് സ്വീകരിക്കുക. അതിലുപരി, നിങ്ങൾ ഇതിനകം തലച്ചോറിൽ നിറച്ചുവെച്ച തെറ്റായ അറിവുകളെയും വിവരങ്ങളെയും ആദ്യം ഒഴിവാക്കുക. സത്യസന്ധമായ വിവരങ്ങൾ മാത്രം അകത്തേക്ക് കടത്തിവിടുക. ആശയം 7. പ്രേരിത അബദ്ധം. ഇൻഡക്ഷൻ ഫാലസി. ഒരു കാര്യത്തെക്കുറിച്ച് 4 പേർ തുടർച്ചയായി നല്ലത് പറഞ്ഞാൽ അത് നല്ലതാണ്, 4 പേർ മോശം പറഞ്ഞാൽ അത് മോശമാണ് എന്ന് വിശ്വസിക്കുന്ന രീതിയാണിത്. ഒരു വ്യക്തിയെക്കുറിച്ച് 4 പേർ നല്ലവൻ നല്ലവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാതെ തന്നെ അയാളെ നല്ലവനായി കണക്കാക്കും. എന്നാൽ അയാൾ യഥാർത്ഥത്തിൽ നല്ലവനാണോ, അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് നല്ലവൻ എന്ന് വിളിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾ അന്വേഷിക്കില്ല. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഒരു സുഹൃത്ത് ഒരു ബിസിനസ്സിനായി നിങ്ങളിൽ നിന്ന് 4 തവണ ചെറിയ തുകകൾ വാങ്ങി കൃത്യമായി തിരികെ നൽകി എന്ന് കരുതുക. 5ാമത്തെ തവണ അയാൾ ഒരു വലിയ തുക ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ സംശയിക്കാതെ അത് നൽകും. കാരണം 4 തവണ കൃത്യമായി തിരികെ തന്നല്ലോ, ഇത്തവണയും തരും എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും. അയാൾ സത്യസന്ധമായി ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പണം തിരികെ ലഭിക്കും. എന്നാൽ ഇത്രയും കാലം അയാൾ നിങ്ങളെ കബളിപ്പിക്കുകയായിരുന്നുവെങ്കിൽ പണം നഷ്ടപ്പെടും. 4 തവണ പണം വാങ്ങി തിരികെ തരുമ്പോൾ നിങ്ങൾ അയാളുടെ ബിസിനസ്സിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? അയാൾക്കെങ്ങനെയാണ് ലാഭം വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടോ? 5ാമത്തെ തവണ പണം ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നല്ലോ. സോഷ്യൽ മീഡിയ വന്നതിനു ശേഷം ഓരോ വീഡിയോയുടെയും കമന്റുകൾ വായിച്ച് നമ്മൾ ഈ പ്രേരിത അബദ്ധത്തിന് അടിമകളായി മാറിയിരിക്കുന്നു. ഇതിൽ നിന്ന് പുറത്തുവരാൻ ശ്രമിക്കുക. ആശയം 8. സ്ഥിരീകരണ പക്ഷപാതം. കോൺഫർമേഷൻ ബയസ്. റോൾഫ് ഡോബല്ലി വിളിക്കുന്ന എല്ലാ ചിന്താവൈകല്യങ്ങളുടെയും പിതാവ് എന്നുള്ളതാണിത്. നമ്മുടെ നിലവിലെ വിശ്വാസങ്ങളെ ശരിവയ്ക്കുന്ന തെളിവുകൾ മാത്രം സ്വീകരിക്കുകയും അതിനെ എതിർക്കുന്ന തെളിവുകളെ തള്ളിക്കളയുകയും ചെയ്യുന്ന നമ്മുടെ പ്രവണതയാണിത്. രാവിലെ നമ്മൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാവിലെ എഴുന്നേൽക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഗൂഗിൾ അതിന് അനുകൂലമായ ലേഖനങ്ങൾ തരും. എന്നാൽ രാവിലെ എഴുന്നേൽക്കുന്നത് ചീത്തയാണോ എന്ന് ചോദിച്ചാൽ അതിനും കിട്ടും ലേഖനങ്ങൾ. നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നതെന്താണോ അതുമാത്രമേ നമ്മൾ തിരയുന്നുള്ളൂ. ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ അത് വിജയിക്കും എന്ന് പറയുന്ന പോയിന്റുകൾ മാത്രം നമ്മൾ എഴുതിവെക്കും. അത് പരാജയപ്പെടാൻ സാധ്യതയുള്ള കാരണങ്ങളെ നമ്മൾ ബോധപൂർവം അവഗണിക്കും. ഇതിനെ മറികടക്കാൻ ഒരു വഴിയേ ഉള്ളൂ: നിങ്ങളുടെ പ്രിയപ്പെട്ട വിശ്വാസങ്ങളെ കൊല്ലുക. അതായത്, നിങ്ങൾ വിശ്വസിക്കുന്ന ഒന്നിനെതിരെ തെളിവുകൾ എവിടെയെങ്കിലും കണ്ടാൽ അതിനെ അവഗണിക്കാതെ കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കുക. സത്യം അവിടെയാകും ഒളിഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത 7 ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിലെ തെറ്റിദ്ധാരണകളെയും മാറ്റാൻ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നസീർ ഖാൻ സാഹിബ് എഴുതിയ പൊൻപുലരി എന്ന മോട്ടിവേഷൻ പുസ്തകം പ്രസിദ്ധീകരിച്ചു. 365 ദിവസവും നിങ്ങളുടെ വഴികാട്ടിയാണ് ഈ പുസ്തകം. 499 രൂപ വിലയുള്ള പുസ്തകം ഇപ്പോൾ 299-ന് ലഭ്യമാണ്. പോസ്റ്റേജ് സൗജന്യമാണ്. വളരെ ചുരുങ്ങിയ കാലയളവിലേക്ക് മാത്രമാണ് സൗജന്യവില. പുസ്തകം ആവശ്യമുള്ളവർ 7975360093 എന്ന ഗൂഗിൾ പേ നമ്പറിൽ 299 രൂപ അടച്ച് സ്ക്രീൻഷോട്ടും നിങ്ങളുടെ ഫോൺ നമ്പറും പിൻകോഡും അടങ്ങിയ അഡ്രസ്സും സഹിതം 7905360093 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഈ ബുക്ക് റിവ്യൂ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ പുസ്തകത്തിലെ മറ്റ് ആശയങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി മണി ടെക് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.